very bright yellow, and it's lovely. It's lemony. You can eat it. കാടിൻ്റെ സൈഡിൽ എവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ തരം പൂവുണ്ടെന്നാണ് കേട്ടോ പറയണത്. പക്ഷേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനൊരു പേടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പുറകെ അധികം പോയില്ല കേട്ടോ. നിങ്ങളും പോകാൻ നിൽക്കണ്ട. നമ്മളിന്ന് നേരെ പോകുന്നത് മുള്ളിങ്കാസി വാട്ടർഫോളിലേക്കാണ് കേട്ടോ. ഈ ഒരു വഴി കണ്ടിട്ട് എനിക്ക് നാട്ടിലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അയർലൻഡിൻ്റെ പല സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് തോന്നും അയ്യോ നമ്മളിതുവരെ കേരളം വിട്ടില്ലേന്ന്. കണ്ട നാട്ടിലൊക്കെ ഉള്ള ഇടവഴി കൂട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പോക്ക് കണ്ട നേരെ വാട്ടർഫോളിലേക്കാണ് തോന്നുമെങ്കിലും അല്ല, നമുക്ക് ഇവിടെയും വഴി തെറ്റിപ്പോയി കേട്ടോ. ആദ്യമായിട്ട് വരുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. വഴി നിങ്ങൾക്ക് ഒരുപാട് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം നമ്മൾ എവിടെ നിന്നാലും വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാം നമുക്ക്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതിലേ പോയാലെത്തി അതിലേ പോയാലെത്തി, പക്ഷേ ഈ വഴിയിലൊന്നും പോയാൽ നമ്മൾ എത്തൂല. പക്ഷേ ഈ വഴി തെറ്റി പോയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ മിസ്സായി പോകുന്നത്. നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത്ര നമുക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും കിട്ടില്ല. പിന്നെ നമ്മൾ നടന്നു വന്ന വഴിയെല്ലാം തിരിച്ച് നടന്ന് ഫൈനലി നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തി. പക്ഷേ മണ്ടയ്ക്കത്തെ ഒരു ഫീൽ എനിക്ക് ശരിക്കും താഴെ കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും. അപ്പം നിങ്ങൾ താഴേക്കാണ് ഡയറക്റ്റ് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയും വഴി കണ്ടുപിടിച്ച് മണ്ടയ്ക്കൊന്ന് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഇതുവരെ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസമൊക്കെ നോക്കി ഒന്ന് പോയി നോക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ചധികം വെള്ളം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് ഇതുകൊണ്ട്. അപ്പോൾ ഇത്ര ഹൈ ടോപ്പിലാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ കേട്ടത് ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കാറുണ്ടെന്നാണ്. കാരണം കാടിൻ്റെ ഉള്ളിലാണ്, അവിടെ അധികം സെക്യൂരിറ്റീസ് ഒന്നും ഇല്ല. അപ്പം തണുപ്പൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പോയത് മുങ്ങി കുളിക്കാൻ പറ്റിയൊരു അവസരവും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക്. എന്തായാലും എനിക്ക് തണുപ്പിൻ്റെ അസ്കതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലേക്ക് അധികം ഇറങ്ങിയില്ല. അപ്പം മറ്റൊരു കിടിലൻ സ്പോട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.